നഫ്താലിക്ക് അനുഗ്രഹങ്ങൾ അപ്പനും കൊടുക്കുന്നുണ്ട്, മോശയും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഈ നഫ്താലി ബിൽഹയുടെ വയറ്റിൽ കിടക്കുമ്പോൾ, ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ, അവിടെ സ്തോത്രം സഹോദരിയോട് വലിയൊരു പൊരുതി ജയിച്ചു എന്ന് പറഞ്ഞാണ് നഫ്താലി എന്ന് പേരിട്ടത്. അപ്പോൾ ഒരു ഫൈറ്റിംഗ് നടക്കുക അതിൻ്റെ അകത്ത്, വീട്ടിൻ്റെ അകത്ത്. അപ്പോൾ റാഹേൽ ലേയ ഫൈറ്റിംഗ്, അതിനകത്ത് റാഹേലിൻ്റെ കൂടെ ബിൽഹയും കൂടും. ഭയങ്കര ഫൈറ്റിങ്ങാണ്, ഭയങ്കര ഫൈറ്റിങ്ങാണ്. വാക്കുകൊണ്ടുള്ള ഫൈറ്റിംഗ് ആയിരിക്കും മിക്കവാറും. സ്വതന്ത്രം നമ്മളന്നില്ലാഞ്ഞുകൊണ്ട് നമുക്കറിയത്തില്ല. ഇനി പാത്രത്തിലെ അടുക്കളയിലെ ഉപകരണങ്ങളൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്തു എന്ന് സ്വതന്ത്രം. എന്താണേലും ഭയങ്കര ഇതായിരുന്നു. 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും ഈ കുഞ്ഞുള്ളിൽ മുഴുവൻ ഫീൽ ചെയ്തത് ഈ പോരാട്ടം. സ്തോത്രം. ഒരമ്മയുടെ അല്ലെങ്കിൽ ഒരു മാതാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഗർഭസ്ഥ സ്ത്രീയുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ അവളുടെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ സ്വാധീനിക്കും. അവിടെ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കാം. സെബൂലൻ പ്രാണനെ ത്യജിച്ച ജനം. അവിടെ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ദെബോരയോട് ചേർന്ന് ബാലാക്ക്, സ്തോത്രം, ബാരാക്ക് ചേർന്നൊരു പാട്ട് പാടുന്ന ബാരാക്ക് നഫ്താലി ഗോത്രക്കാരന്. ബാരാക്ക്, സ്തോത്രം, എന്ന് പറഞ്ഞാൽ അവന്റെ ബ്ലഡിൽ കിടക്കുന്നത് അതാണ്. നഫ്താലി പോർക്കളമേടുകളിൽ പ്രാണനെ ത്യജിച്ച ജനം. സോറി, സെബൂലൂൻ. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. സ്തോത്രം. പോരാടാൻ ഇറങ്ങി തിരിച്ചവൻ തന്നെ. ആലോചിച്ചു നോക്കിയേ. കാരണം എന്താണെന്നറിയാമോ? ഗർഭത്തിൽ കിടക്കുമ്പോൾ സ്തോത്രം ആ ഭവന അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് പോരാട്ടമാണ്. സ്തോത്രം. അപ്പൊ ഇവന്റെ ബ്ലഡിന്റെ അകത്ത് തിളച്ചു നിൽക്കുന്നത് എന്താ? പോരാട്ട വീര്യമാണ്. സ്തോത്രം. നമ്മൾ ഈ തലമുറകളെ നമ്മൾ ഒത്തിരി കുറ്റം പറയുമല്ലോ. പക്ഷേ എൻ്റെ മകൾ ഇങ്ങനെയാ എങ്ങനെയാന്ന്. സ്തോത്രം. അപ്പനും അമ്മയും ആദ്യം ശരിയാവണം. സ്തോത്രം. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് മാതാവിനോടും പിതാവിനോടും പറയുന്നത്, നിങ്ങൾ ആ കുഞ്ഞിന് മാതൃക. സ്തോത്രം. നിങ്ങളായിരിക്കണം ആ കുഞ്ഞിന് മാതൃക. നിങ്ങളെ നോക്കി അവരാദ്യം പഠിക്കുന്നത്. ഹോം ഈസ് ദ ഫസ്റ്റ് സ്കൂൾ ഫോർ എ ചൈൽഡ്. സ്തോത്രം. അവൻ്റെ ആ ക്ലീൻ മനസ്സിൽ എന്ത് കോറിയിടുന്നോ അത് പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വികലമാക്കപ്പെട്ട ജീവിതങ്ങൾ സമൂഹത്തിന് ഭാരമായി മാറുന്ന തലമുറകൾ എന്തുകൊണ്ടാണ്? അപ്പൻ്റെ അമ്മയുടെയും കുഴപ്പമാണ്. ഒരു സന്തോഷവും സമാധാനവുമുള്ള സ്തോത്രം ഒരു കുടുംബജീവിതം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചില്ലെങ്കിൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. സ്തോത്രം.